പെട്ടെന്ന് മുകുന്ദൻ്റെ തോളിൽ ആരോ കൈവച്ചു. ഒരു നിമിഷം ഞെട്ടിപ്പോയ മുകുന്ദൻ തിരിഞ്ഞു നോക്കി. നിറഞ്ഞ പുഞ്ചിരിയോടെ കറുത്ത ലോഹ ധരിച്ച് പുറകിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ഫാദർ വിൻസെൻ്റാണ്. കയ്യിലുണ്ടായിരുന്ന റാന്തൽ മുകുന്ദന് നേരെ തെളിച്ച് അല്പസമയം സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, അതെ, നാട്ടുകാർ വിളിക്കുന്ന ഭ്രാന്തനച്ഛൻ. ഫാദർ, ഞാൻ SP മുകുന്ദനാണ്. മിത്ര കൊലക്കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ആ സമയത്ത് ഇവിടെ നിൽക്കുന്നത് നല്ല പ്രവണതയല്ല. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ചർച്ചിൻ്റെ ഭീമാകാരമായ വാതിൽ തള്ളിത്തുറന്ന് വിൻസെൻ്റ് മുകുന്ദനെ അകത്തേക്ക് ക്ഷണിച്ചു. അകത്ത് മങ്ങിയ മെഴുകുതിരിയുടെ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫാദർ, ഇവിടെ വൈദ്യുതിയില്ലേ? മുകുന്ദൻ്റെ ആ ചോദ്യം ചർച്ചിൻ്റെ അകത്ത് അലയൊലികളോടെ മുഴങ്ങി. പുറത്തു വീശുന്ന കാറ്റിൻ്റെ മൂളുന്ന ശബ്ദം ചർച്ചിനകത്തും മുകുന്ദന് കേൾക്കാമായിരുന്നു. ഇവിടെ വൈദ്യുതി ഇല്ലാതായിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞു. എനിക്കും ഇരുട്ടാണ് ഇഷ്ടം. സെമിത്തേരിയിൽ 10,000 മനുഷ്യർ ഇരുട്ടിൽ ഉറങ്ങുന്നില്ലേ? ഞാനും ഇരുട്ടിൽ ഉറങ്ങേണ്ടവനാണ്. അച്ഛനെ എന്തിനാണ് എല്ലാവരും ഭ്രാന്തനച്ഛൻ എന്ന് വിളിക്കുന്നത്? തനിച്ച് സംസാരിക്കുന്ന സ്വഭാവമുണ്ട് എനിക്ക്. പക്ഷേ ഞാൻ സംസാരിക്കുന്നത് മരിച്ചുപോയ ആത്മാക്കളോടാണ്. നിങ്ങൾക്കവരെ കാണുന്നില്ല എങ്കിലും എനിക്ക് വളരെ വ്യക്തമായി കാണാം. അത് ചിലപ്പോൾ എൻ്റെ തോന്നലുകളാവാം, പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ ഒരു ഭ്രാന്തനാണ്. ചർച്ചിൻ്റെ ഹാളിലൂടെ നടന്നുകൊണ്ടിരുന്ന മുകുന്ദന് ഇരിക്കാൻ ഒരു കസേര കാണിച്ചു കൊടുത്തു. സാർ ഇരിക്കുക. പിന്നെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ നേരിട്ട് വന്ന് കേസ് അന്വേഷിക്കുന്നത് ഞാൻ ആദ്യമായി കാണുകയാണ്. ഫാദർ, ഇതൊരു രഹസ്യ സ്വഭാവമുള്ള അന്വേഷണമാണ്. കുറ്റവാളികൾ രക്ഷപ്പെടരുത് എന്ന നിർബന്ധമുള്ളതിനാൽ തനിച്ചന്വേഷിക്കാൻ തീരുമാനിച്ചു. മുകുന്ദൻ്റെ മറുപടി കേട്ട് വിൻസെൻ്റ് ഒന്ന് ചിരിച്ചു. ഫാദർ, എനിക്ക് മിത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. മുകുന്ദൻ്റെ മുന്നിലുണ്ടായിരുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ഫാദർ പറഞ്ഞു, സ്വന്തം അമ്മയെ ലഹരിക്കടിമയായ അച്ഛൻ കൊല്ലുന്നത് കൺമുന്നിൽ കാണേണ്ടി വന്ന ഹതഭാഗ്യയായ കുട്ടിയായിരുന്നു മിത്ര. അച്ഛൻ ജയിലിൽ പോയപ്പോൾ നാട്ടുകാർ ചേർന്ന് പണ്ട് എൻ്റെ കീഴിലുണ്ടായിരുന്ന അനാഥാലയത്തിൽ കൊണ്ടുവന്ന് ചേർത്തു. അന്നവൾക്ക് 5 വയസ്സായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അല്പം മാനസിക പിരിമുറുക്കമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വഭാവദൂഷ്യവും അവൾക്കുണ്ടായിരുന്നു. മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നതും സ്വയം മുറിവേൽപ്പിക്കുന്നതുമൊക്കെ പതിവായിരുന്നു. വളർന്ന് വലുതായപ്പോൾ അതൊക്കെ മാറി തുടങ്ങി. ജേർണലിസമായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് തന്നെ പഠിത്തം കഴിഞ്ഞപ്പോൾ പത്രമാധ്യമങ്ങളിൽ ജോലി ചെയ്തു. ജോലിയും സമ്പാദ്യവുമൊക്കെ ആയപ്പോൾ സ്വന്തം വഴി തേടിപ്പോയി. ഫാദർ, എനിക്കിതൊന്നുമല്ല അറിയേണ്ടത്. മിത്ര കൊല്ലപ്പെട്ട ദിവസങ്ങളെക്കുറിച്ചാണ്. അല്പം ആലോചിച്ചതിന് ശേഷം ഫാദർ വിൻസെൻ്റ് പറഞ്ഞു, അന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മിത്രയുടെ ശരീരം ഏറ്റെടുക്കാൻ ആരുമുണ്ടായിരുന്നില്ല. പോലീസുകാർ വന്ന് പറഞ്ഞപ്പോഴാണ് മിത്ര മരിച്ച വിവരം പോലും ഞാൻ അറിയുന്നത്. ഉടനെ ശവപ്പെട്ടി നിർമ്മിക്കാൻ പൗലോസിനെ ഏൽപ്പിച്ചു. രാത്രിക്ക് രാത്രി ഉറങ്ങാതെ അവൻ ശവപ്പെട്ടി ഉണ്ടാക്കി. കാലത്ത് പോയി മൃതദേഹം ഏറ്റുവാങ്ങാനിരിക്കുമ്പോഴാണ് പെട്ടി 2 പേര് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി എന്ന് അവൻ പറഞ്ഞത്. വൈകുന്നേരത്തോടെ ബോഡി ചർച്ചിലെത്തിക്കാമെന്ന് പെട്ടി കൊണ്ടുപോയവർ പറഞ്ഞിരുന്നു അത്രേ. ഞാൻ വൈകുന്നേരത്തോളം കാത്തുനിന്നു. പറഞ്ഞതുപോലെ തന്നെ 2 പേർ ആംബുലൻസിൽ മൃതദേഹം ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ കൊണ്ടുവന്നവർക്ക് ബോഡി പെട്ടെന്ന് മറവ് ചെയ്യാനുള്ള തിരക്കായിരുന്നു. ഒന്ന് തുറന്നു കാണിക്കാൻ പോലും സമ്മതിക്കാതെ അവരത് മറവ് ചെയ്യാൻ മുൻകൈയെടുത്തു. മടങ്ങിപ്പോകാൻ തിരക്കുണ്ടാകുമെന്ന് ഞാനും കരുതി. ശവപ്പെട്ടി ഉണ്ടാക്കിയ പൗലോസ് എന്തൊക്കെയോ സംശയങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല. ഫാദർ, അന്ന് വന്നതൊരു സ്ത്രീയും പുരുഷനുമായിരുന്നു? അതെ. ഫാദർ വിൻസെന്റിന്റെ അതേ എന്ന മറുപടി കേട്ട ഉടനെ മുകുന്ദൻ ഞെട്ടി എഴുന്നേറ്റു. തലമുടിയിൽ തടവിക്കൊണ്ട് അസ്വസ്ഥത പ്രകടിപ്പിച്ചു. എന്താ മുകുന്ദൻ സാർ, എന്തു പറ്റി? ഒന്നുമില്ല ഫാദർ. പൗലോസിന്റെ വീട് എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ? ഫാദർ വിൻസെന്റിനോട് വഴി അന്വേഷിച്ച് ശവപ്പെട്ടി നിർമ്മിച്ച പൗലോസിന്റെ അടുക്കൽ മുകുന്ദൻ വാഹനത്തിൽ അതിവേഗം ചെന്നു. സാറേ, പെട്ടെന്നുള്ള മരണമല്ലേ? മിത്ര ഉയരം കുറവായതുകൊണ്ട് തന്നെ പുതിയ പെട്ടി ഉണ്ടാക്കണമായിരുന്നു. രാത്രി ഉടനീളം ഉറക്കമൊഴിച്ചാണ് ഞാൻ പെട്ടി നിർമ്മിച്ചത്. പണി ചെയ്തുകൊണ്ടിരിക്കെ ഒരു സ്ത്രീയും പുരുഷനും വന്നിരുന്നു.
രണ്ടാളും പോലീസാണെന്നാണ് എന്നോട് പറഞ്ഞത്. പെട്ടി പണി തീരും വരെ കാത്തിരുന്നു. പണി കഴിഞ്ഞപ്പോൾ പെട്ടി എടുത്തു കൊണ്ടുപോയി. പോലീസിൻ്റെ എന്തോ പ്രൊസീജിയർ ആണെന്നാണ് ഞാൻ അപ്പോൾ കരുതിയത്. വൈകുന്നേരം ബോഡി പള്ളിയിലെത്തിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ വൈകുന്നേരം അവർ തിരിച്ചു കൊണ്ടുവന്ന പെട്ടി ഞാൻ ഉണ്ടാക്കിയതല്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ് സാറേ. കാരണം ആ പെട്ടിക്ക് നീളം ഇച്ചിരി കൂടുതലായിരുന്നു. പൗലോസിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മുകുന്ദന് എല്ലാം വ്യക്തമാണ്. മോർച്ചറിയിൽ നിന്നും ശരീരം എടുത്തുകൊണ്ടുവരാനും അത് മറവു ചെയ്യാനും 2 പേരുടെ കൈകടത്തലുകൾ ഉണ്ടായ സാഹചര്യത്തിൽ അന്ന് മറവു ചെയ്തിരിക്കുന്നത് മിത്രയുടെ ശരീരമല്ല. നാളെ അന്വേഷണത്തിൻ്റെ 3-ാം ദിവസം ആരംഭിക്കുകയാണ്. അടക്കം ചെയ്ത ശരീരം കൂടുതൽ ഫോറൻസിക് പരിശോധനകൾ നടത്താതെ ഇനിയുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ പ്രയാസകരമായിരിക്കുമെന്ന തിരിച്ചറിവ് മുകുന്ദന് വല്ലാതെ അസ്വസ്ഥമാക്കി. തിരികെ നാട്ടിലേക്ക് മടങ്ങുമ്പോഴും ആ ചിന്തകൾ മുകുന്ദനെ അലട്ടിക്കൊണ്ടേയിരുന്നു. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ വീട്ടിൽ തിരിച്ചെത്തി. രാത്രി ഏറെ വൈകിയിട്ടും ഉറങ്ങാൻ സാധിച്ചില്ല. DIG സത്യനാഥനെ കാണണം. മിത്ര ജീവിച്ചിരിപ്പുണ്ട് എന്നതിനുള്ള തെളിവുകൾ കാണിച്ചു കൊടുക്കണം. കല്ലറ തുറന്നു പരിശോധിക്കണം. രാത്രിയിൽ ഉടനീളം മുകുന്ദന്റെ ചിന്തകൾ അതായിരുന്നു. വളരെ ദൈർഘ്യമേറിയ ആ രാത്രി അവസാനിക്കാൻ പ്രയാസമുള്ളതായി തോന്നി. പ്രഭാതത്തിന്റെ ആദ്യ കിരണം പതിഞ്ഞപ്പോൾ വാഹനവുമായി മുകുന്ദൻ സത്യനാഥന്റെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹം ഉറങ്ങി എഴുന്നേറ്റിട്ടില്ലായിരുന്നു. മണിക്കൂറുകളോളം കാത്തു നിന്നതിന് ശേഷമാണ് മുകുന്ദന്റെ അരികിൽ എത്തിയത്. അല്ലടോ, തനിക്ക് വട്ടാണോ? കാലത്ത് തന്നെ മനുഷ്യനെ മെനക്കെടുത്താൻ. സോറി സാർ, വളരെ അത്യാവശ്യമായ കാര്യമായതുകൊണ്ടാണ്. മിത്ര ജീവിച്ചിരിപ്പുണ്ട്. അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. മുകുന്ദന്റെ ആ വാക്കുകൾ അമ്പരപ്പോടെയായിരുന്നു സത്യനാഥൻ കേട്ടുകൊണ്ടിരുന്നത്. കണ്ടെത്തിയ വിവരങ്ങളും അശോകൻ പകർത്തിയ 30 സെക്കൻഡ് വീഡിയോയിൽ മിത്രയിൽ ജീവനുണ്ടെന്ന് സൂചിപ്പിക്കുന്ന തെളിവും മുകുന്ദൻ സത്യനാഥനെ ബോധ്യപ്പെടുത്തി. മുകുന്ദ, നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിച്ചു. അളിയനായി പോയി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് എൻ്റെ സകല സ്വാധീനങ്ങളും ഉപയോഗപ്പെടുത്തി അന്വേഷണ ചുമതല നിനക്ക് വാങ്ങിത്തന്നത്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് രഹസ്യാന്വേഷണമാണ്. അല്ലാതെ മാധ്യമങ്ങളിൽ കൊട്ടിക്കൊഴിച്ച് നാട്ടുകാരെ മൊത്തം അറിയിച്ച് കുഴിച്ചിട്ട ശവമൊക്കെ തോണ്ടിയെടുത്താലുണ്ടല്ലോ സമാധാനം പറയേണ്ടി വരും. അല്ലെങ്കിൽ അളിയന് വേണ്ടി വക്കാലത്ത് പിടിക്കുന്നവൻ എന്നൊരു ചീത്തപ്പേര് കൂടി എനിക്കുണ്ട്. സത്യേട്ടാ, എനിക്ക് 100% ഉറപ്പാണ് മിത്ര മരിച്ചിട്ടില്ല. അവിടെ അടക്കം ചെയ്തിരിക്കുന്നത് മറ്റൊരു മൃതദേഹമാണ്. ഓഹോ, അത് ശരി. സാർ വിളിയൊക്കെ തീർന്നോ? സോറി സാർ. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ സത്യനാഥന്റെ ഭാര്യയും മുകുന്ദന്റെ സഹോദരിയുമായ അഡ്വക്കേറ്റ് ഗായത്രി കോടതിയിലേക്ക് പോകാനായി മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. കയ്യിലുണ്ടായിരുന്ന ബാഗിലെ ഫയലുകൾ ഒതുക്കി വെച്ച് സത്യനാഥനോടായി പറഞ്ഞു, ഇവൻ കാലത്ത് വന്നപ്പോഴേ വശപ്പിശക് തോന്നിയതാണ്. കാര്യം ചോദിച്ചപ്പോൾ എന്നോടൊന്നും പറഞ്ഞതുമില്ല. കേസിൽ എന്തെങ്കിലും ഏടാകൂടം ഒപ്പിച്ച് കാണുമെന്നറിയാം. എൻ്റെ അനിയനാണെന്ന പരിഗണനയിൽ വല്ലതും ചെയ്തു കൊടുത്ത് പണി വാങ്ങിച്ചു കൂട്ടി സസ്പെൻഷനിൽ വീട്ടിലിരിക്കേണ്ട ഗതികേട് വരരുത്. ഗായത്രിയുടെ ശാസന കേട്ടതും സത്യനാഥൻ മുകുന്ദനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, തൃപ്തിയായില്ലേ? എന്നാ നീ പോയിക്കോ. ഷൂ ധരിച്ച് ധൃതിയിൽ കാറിലേക്ക് കയറുകയായിരുന്ന ഗായത്രിയുടെ അടുത്ത് ചെന്ന് മുകുന്ദൻ ചോദിച്ചു, ചേച്ചിക്കിന്ന് കേസുണ്ടോ? ഉണ്ടടാ. ആ പോക്സോ കേസുണ്ടല്ലോ, നമ്മുടെ MLA മകൻ പ്രതിയായ കേസ്. അഖിലയുടെ കേസാണോ ചേച്ചി പറയുന്നത്? അതേടാ. പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ വിമല മരിച്ചതാണ് കേസിൽ വലിയ തലവേദന ഉണ്ടാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു. അല്ലെങ്കിൽ ചെക്കനെ രക്ഷിക്കാൻ പാടുപെടുകയാണ്. അത് കേട്ടതും മുകുന്ദനൊന്നും ഞെട്ടി. ചേച്ചി ഇപ്പോൾ എന്താ പറഞ്ഞത്? ഞാനെന്ത് പറഞ്ഞെന്ന്? ഡോക്ടർ വിമലയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലേ? ഓ, അതോ. ആ ഡോക്ടർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പല്ലേ കൊല ചെയ്യപ്പെട്ടത്? അത് എൻ്റെ കേസിൽ ഉൾപ്പെടുന്നതല്ലേ? ഓ മൈ ഗോഡ്. ഇരു കൈകളും കൊണ്ട് മുടി മുറുകെ പിടിച്ച് മുകുന്ദൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. പിന്നെ വെപ്രാളത്തോടെ ചോദിച്ചു, ചേച്ചിയുടെ കേസിൻ്റെ ഫയൽ എവിടെയാണ് ഉള്ളത്? അത് ഓഫീസിലുണ്ടാവും. ഗായത്രി മറുപടി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മുകുന്ദൻ തൻ്റെ വാഹനത്തിൻ്റെ അരികിലേക്ക് ഓടി. എടാ, ഒന്ന് വലിച്ചുവാരി ഇടരുത്. ഞാൻ ജൂനിയറെ വിളിച്ച് പറയാം. ഗായത്രി പറയുന്നുണ്ടെങ്കിലും അതൊന്നും മുകുന്ദൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഗായത്രിയുടെ ഓഫീസിലേക്ക് വാഹനവുമായി ചെന്നു. അഖില കേസിൻ്റെ ഫയൽ പരിശോധിച്ചു കൊണ്ടിരിക്കെ കേസിലെ സാക്ഷികളുടെ കൂട്ടത്തിൽ SI സദാശിവന്റെ പേര് കണ്ടതോടെ മുകുന്ദൻ ഞെട്ടി. ഉടനെ ഓഫീസിലെ ലാൻഡ് ഫോണിൽ നിന്നും ഗായത്രി വിളിച്ചു. ഹലോ ചേച്ചി, ഒരു അത്യാവശ്യ കാര്യം ചോദിക്കാനാണ്. ഞാൻ കോടതിയിലെത്താറായി, നീ പിന്നെ വിളിക്കേ. ചേച്ചി, ഒരൊറ്റ കാര്യം, സദാശിവൻ എങ്ങനെ ഈ കേസിലെ സാക്ഷിയായി? ഓ, അതോ, ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത് SI സദാശിവന്റെ നേതൃത്വത്തിലായിരുന്നു. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി ആയിരുന്നു അന്വേഷണ ചുമതല. അതുകൂടി കേട്ടപ്പോൾ മുകുന്ദന്റെ ഹൃദയമെടുപ്പ് വല്ലാതെ കൂടി. ചേച്ചി, ഒരു മിനിറ്റ്, മറ്റൊരു കാര്യം കൂടി. നീ പിന്നെ വിളിക്ക്, സമയമില്ല. ഗായത്രി ഫോൺ കട്ട് ചെയ്ത് കോടതിയിലേക്ക് കയറി. വളരെ ദേഷ്യത്തോടെ മുകുന്ദൻ ലാൻഡ് ഫോൺ തട്ടിമാറ്റി.
അഖില കേസാണ് കൊലയാളിയിലേക്ക് യാത്ര ചെയ്യാനുള്ള എളുപ്പ വഴിയെന്ന് ഒരു ഞെട്ടലോടെയാണ് മുകുന്ദൻ തിരിച്ചറിഞ്ഞത്. കണ്ടെത്തുന്ന തെളിവുകളെല്ലാം കൃത്രിമമാണ്. അതിനാൽ എങ്ങനെ അന്വേഷിച്ചാലും കേസ് വഴിമുട്ടും. ഫ്ലൈറ്റ് മോഡിലായിരുന്ന മൊബൈൽ ഫോൺ പെട്ടെന്ന് തന്നെ പ്രവർത്തനക്ഷമമാക്കി. പിന്നെ ശ്രീലക്ഷ്മിയെ കോൾ ചെയ്തു. പക്ഷേ ഔട്ട് ഓഫ് റീച്ചബിൾ ആയിരുന്നു. മുകുന്ദൻ പലതവണ വിളിച്ചെങ്കിലും ശ്രീലക്ഷ്മിയെ കിട്ടിയില്ല. അപ്പോഴാണ് മുകുന്ദൻ്റെ ഫോണിലേക്ക് സത്യനാഥൻ വിളിക്കുന്നത്. തന്നെ കുറേ സമയമായാലോ വിളിക്കുന്നു. സോറി സാർ, ഫോൺ ഓഫായിരുന്നു. പിന്നെ പോയി TV ന്യൂസ് കാണും. അതും പറഞ്ഞ് സത്യനാഥൻ ഫോൺ കട്ട് ചെയ്തു. സത്യേട്ടൻ എന്തിനാണ് TV കാണാൻ പറഞ്ഞത്? മുകുന്ദന് ഒന്നും മനസ്സിലായില്ലെങ്കിലും വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ കയറാനിരിക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു, മോനെ, ന്യൂസിലൊക്കെ നിന്റെ വാർത്തകളാ. അകത്തു നിന്നും വാർത്തയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. മുകുന്ദൻ TV-യുടെ അരികിലേക്ക് ചെന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ മുകുന്ദന്റെ രഹസ്യാന്വേഷണത്തിലാണ് മിത്ര മരിച്ചിട്ടില്ല എന്ന തെളിവുകൾ കണ്ടെത്തിയത്. കോളിളക്കം സൃഷ്ടിച്ച തുടർ കൊലപാതക പരമ്പരയായ മുകുന്ദൻ ചാനൽ മാറ്റിക്കൊണ്ടേയിരുന്നു. എല്ലാ ചാനലുകളിലും അതുതന്നെയായിരുന്നു വാർത്ത. മിത്രയുടെ ചെവിയിൽ കൊതുക് വന്നിരിക്കുന്ന ദൃശ്യം എല്ലാ ചാനലുകളിലും വ്യക്തമായി കാണിക്കുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന റിമോട്ട് വളരെ ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞ് ഉടനെ സത്യനാഥനെ കുളിച്ചതു. സർ, ഇതൊക്കെ കണ്ടല്ലോ. ഇതല്ലാതെ മറ്റു മാർഗമില്ല. നിയമാനുസൃതമായി പെർമിഷനൊക്കെ വാങ്ങിയെടുക്കുമ്പോഴേക്കും കേസ് ആമ്പിള്ളേര് കൊണ്ടുപോകും. ഞാൻ മീഡിയയെ അറിയിച്ചു. പിന്നെ ചതിക്കല്ലേ മുകുന്ദ. അതിൽ നിന്ന് മറ്റൊരു ബോഡിയല്ലാതെ മിത്രയുടേത് കിട്ടിയാൽ എൻ്റെയും നിന്റെയും ഒക്കെ കാര്യം എന്താകുമെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. മൃതദേഹം കുഴിച്ചിട്ടപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ കൊലയാളി ഉണ്ടാക്കിയ കുരുക്കാണ് എന്നത് മുകുന്ദന് വ്യക്തമായി അറിയാം. മറുപടി പറയാനാകാതെ അടുത്തുള്ള ചുമരിൽ ആഞ്ഞു കുത്തുന്നുണ്ടായിരുന്നു മുകുന്ദൻ. കേസിൽ നിർണായക വഴിത്തിരിവ് കണ്ടെത്തി നിൽക്കുന്ന ഈ സമയത്ത് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് വലിയ അപകടമുണ്ടാകുമെന്ന ബോധ്യം മുകുന്ദനെ ആകെ അസ്വസ്ഥമാക്കി. നീ എന്താ മൂത ഒന്നും മിണ്ടാത്തത്? കമ്മീഷണർ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരത്തോടെ പെർമിഷൻ റെഡിയാക്കി തരാം. മറുപടി പറയാതെ മുകുന്ദൻ ഫോൺ കട്ട് ചെയ്തു. തനിക്ക് മുന്നിൽ മറ്റൊരു വഴിയില്ലാത്തതിനാൽ വൈകുന്നേരത്തോടെ ഫോറൻസിക് വിദഗ്ധരുടെ കൂടെ മുകുന്ദൻ കൈതക്കുന്നിലേക്ക് യാത്ര തിരിച്ചു.